ആകാശവാണി കണ്ണൂർ. സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ ആരോൺ റോമി മെൻഡോൻസ അവതരിപ്പിക്കുന്ന ചെറുകഥ, സന്തോഷ് ഒഴിഞ്ഞവളപ്പ് ചൊല്ലുന്ന കവിതകൾ, ദൈവക്കരു എന്ന നോവലിന്റെ വായനാനുഭവം പങ്കുവച്ച് സുരേന്ദ്രൻ കാടങ്കോട് നടത്തുന്ന പ്രഭാഷണം എന്നിവ കേൾക്കാം. അംബുജം എൻ്റെ നാട്ടിലെ ഒരു അഭ്യസ്ത വിദ്യയാണ്. മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദധാരി, മധ്യവയസ്ക. വീട്ടിൽ കുറച്ചധികം കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു. അതിൽ നിന്നും പിന്നെ താമസിക്കുന്ന പുരയിടത്തിൽ നിന്നുമുള്ള ആദായമാണ് ഏക വരുമാന മാർഗം. താമസം അമ്മയ്ക്കൊപ്പം തറവാട് വീട്ടിൽ തന്നെ. ഇത്രയുമാണ് നാട്ടിലെ ഒരു പൗര എന്ന നിലയിൽ അംബുജത്തെക്കുറിച്ചുള്ള ഏകദേശ സ്ഥിതി വിവരക്കണക്ക്. ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അത് അംബുജത്തിന്റെ കഥയെഴുത്താണ്. തെറ്റുകൾക്കെതിരെ തന്റെ തൂലിക ചലിപ്പിക്കുമ്പോൾ ഭയപ്പാടോടെ നോക്കുന്ന ചുറ്റുമുള്ളവർ. ആദ്യം ആരോൺ റോമി മെൻഡോൻസ അവതരിപ്പിക്കുന്ന ചെറുകഥ. അംബുജം കഥയെഴുതുകയാണ്. എന്റെ നാടിനെ ഇടയ്ക്കിടയ്ക്ക് പ്രകമ്പനം കൊള്ളിക്കുന്നതും അംബുജം എന്ന വ്യക്തി നാട്ടിൽ ജീവിക്കുന്നു എന്ന് നിരന്തരം ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതുമായ കാര്യം അംബുജത്തിന്റെ കഥയെഴുത്താണ്. പോസ്റ്റ്മാൻ ദാമോദര പൊതുവാൾ അംബുജത്തിന്റെ വീട്ടിലേക്കുള്ള നട കയറുമ്പോൾ നാട്ടുകാർ ജാഗരൂകരാകും. അംബുജത്തിന്റെ കഥ അടുത്ത ഞായറാഴ്ചത്തെ മലയാള ദേശത്തിന്റെ വാരാന്ത പതിപ്പിലുണ്ടാകും. നാട്ടിൽ അന്നൊരു ബോംബ് പൊട്ടും. ദാമോദര പൊതുവാളിന്റെ നടകയറ്റം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതായിരുന്നു. ബോംബ് ആരുടെ നെഞ്ചിലാണ് പൊട്ടുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. അവസാന വട്ടം കഥ വെളിച്ചം കണ്ടപ്പോൾ നടുങ്ങിയത് ആടിനെ പോറ്റുന്ന പാത്തുവായിരുന്നു. നാടിന്റെ ഒത്ത മധ്യത്തിലാണ് പാത്തുമ്മയുടെ പുരയിടം. തെക്കുന്നും വടക്കുന്നും കിഴക്കുന്നുമുള്ള റോഡിലൂടെ നടന്നാൽ കൃത്യം 1/2 ഫർലോങ് മാത്രം. പുരയിടത്തിലെ ഒരു മൂലയിൽ ആട്ടാല, അതിൽ 10-25 ആടുകൾ. കറവയുള്ളത് 10-12 എണ്ണം. രാവിലെയും വൈകിട്ടും ആടിനെ കറന്ന് പാത്തുമ്മ രാഘവേട്ടന്റെ ചായക്കടയിൽ കൊടുക്കും. ആട്ടുംപാല് ചേർത്ത രാഘവേട്ടന്റെ ചായയ്ക്ക് 2 ഉറുപ്പിക കൂടുതലാണെങ്കിലും ആവശ്യക്കാർക്ക് പലപ്പോഴും തികയാറില്ല. അത്രയ്ക്ക് ഡിമാൻഡാണ് ആട്ടുംപാല് ചേർത്ത രാഘവേട്ടന്റെ ചായക്ക്. എന്തിന്, ചാലപ്പള്ളിയിലെ പാതിരി പോലും അതുവഴി പോയാൽ ചായക്കടയിൽ ഒന്ന് കയറും. മധുരമിടാത്ത, അടിക്കാത്ത സ്പെഷ്യൽ ചായയും കൊണ്ട് അപ്പോഴേക്കും രാഘവേട്ടൻ മുൻപിലെത്തും. കൂട്ടത്തിൽ ഒരു പ്ലേറ്റ് മരച്ചീനി ഒലർത്തിയതും. 50 രൂപ കൊടുത്ത് ബാക്കി വാങ്ങാതെ പോകുന്ന അച്ഛനെ രാഘവേട്ടനും വലിയ ഇഷ്ടമാണ്. രാഘവേട്ടന്റെ ചായയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ചാലപ്പള്ളിയിലെ പാതിരി അച്ഛൻ. ഇതെല്ലാം അക്കുറി അംബുജത്തിന്റെ കഥയിലുണ്ടായിരുന്നു. ചില വ്യത്യാസങ്ങൾ മാത്രം. പാത്തുമ്മയ്ക്ക് പകരം സൈനബ, രാഘവേട്ടന് പകരം മമ്മൂക്ക. പക്ഷേ ഇതൊന്നും തന്നെ ഞങ്ങൾ അത്ര കാര്യാക്കിയിട്ടില്ല. എന്നാൽ അവസാനം കഥ ചുരുക്കി അംബുജം പറഞ്ഞ രഹസ്യമുണ്ടല്ലോ, അതാണ് ഞങ്ങളെ ചൊടിപ്പിച്ചത്. കഥ പ്രസിദ്ധീകരിച്ചു വന്ന അന്ന് തന്നെ ആളുകൾ കേളുവേട്ടന്റെ കടയിൽ നിന്ന് മലയാള ദേശത്തിന്റെ മുഴുവൻ കോപ്പികളും കൈക്കലാക്കി. വൈകിട്ട് ഒരു ഒഴിവ് കിട്ടിയ നേരം തെക്കേടത്തെ ശാന്ത പാത്തുമ്മയ്ക്ക് കഥ മുഴുവനും വായിച്ചു കൊടുത്തു. പിറ്റേന്ന് നേരം പുലർന്ന് വാതിൽ തുറന്നപ്പോൾ അംബുജം കണ്ട കാഴ്ച ഇനി ഒരിക്കലും കഥ എഴുതരുതെന്ന് അവളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകണം. കോലായിലും മുറ്റം നിറയെയും ആട്ടിൻ കാഷ്ടവും മൂത്രവും. 2 ദിവസം വെള്ളത്തിൽ പുൽത്തൈലം കലക്കി കഴുകിയിട്ടാണ് അതിനെ മണം പോയതെന്ന് അംബുജത്തിന്റെ അമ്മ പറയുന്നതും കേട്ടു. ആടിനെ പോറ്റുന്ന പാത്തുമ്മയെ കൊണ്ട് ഈ കടുങ്കൈ ചെയ്യിച്ചത് അംബുജത്തിന്റെ കഥയിലെ ആ പ്രസക്ത ഭാഗം തന്നെയാണ്. കഥ വായിച്ചു കേൾപ്പിക്കുമ്പോൾ ശബ്ദവിന്യാസത്തിലൂടെ തെക്കേടത്തെ ശാന്ത ആ ഭാഗം കഴിയുന്നത്ര വികാരഭരിതമാക്കിയിരുന്നു. സൈനബയുടെ ആടിന്റെ എണ്ണം എല്ലാ വർഷവും വർദ്ധിക്കുന്നതിന് കാരണം അത് പെറ്റുപെരുകുന്നതല്ല, മറിച്ച് നാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആടുകളെയെല്ലാം സൈനബ വിദഗ്ധമായി കൊണ്ടുവന്ന് തൻ്റെ ആട്ടാലയിലെ ഉള്ളറകളിൽ
ഒളിപ്പിച്ച് പാർപ്പിക്കുന്നത് കൊണ്ടാണ് എന്നതാണ് അംബുജം വെളിപ്പെടുത്തിയ ആ രഹസ്യം. സംഗതി 100% ശരിയാണ്. എന്നാൽ എല്ലാ ശരികളും വിളിച്ചു പറയാവുന്ന സത്യങ്ങളല്ല എന്ന് അന്ന് അംബുജം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. മലയാളദേശം വാരികയുടെ ഓണപ്പതിപ്പിൽ വന്ന അംബുജത്തിന്റെ കഥയുടെ പേര് തന്നെ ഒരു സംഭവമായിരുന്നു, പൈതൃകം. നാട്ടിലെ പെരുമമുറ്റിയ കള്ളനാണ് വാസുവേട്ടൻ. കള്ളൻ വാസു എന്നാണ് നാട്ടുനാമധേയം. ഒരു കാലത്ത് വാസുവേട്ടൻ കക്കാൻ കയറാതെ വീടുകൾ നാട്ടിലില്ലെന്ന് തന്നെ പറയാം. നാട്ടുനടപ്പനുസരിച്ച് മാസത്തിലൊരിക്കലെങ്കിലും വാസുവിനെ ഓരോ വീടിന്റെ പരിസരത്തും കാണാം. അടിച്ചുമാറ്റുന്ന സാധനങ്ങൾ, കിണ്ണം, കിണ്ടി, ഉരുളി, വിളക്ക് തുടങ്ങി അത്ര വിലപിടിപ്പില്ലാത്തവയായതുകൊണ്ടും വാസുവിന്റെ ആകാര ഗാംഭീര്യം കൊണ്ടും കട്ടത് പറഞ്ഞ് വാസുവിനെ ആരും പരിക്കേൽപ്പിക്കാറില്ല. പക്ഷെ ഇതൊന്നുമല്ല അംബുജത്തിന്റെ കഥയിലെ വിചിത്രങ്ങളായ കഥാതന്തു. മോറക്കുന്നിൽ 10-25 വർഷങ്ങൾക്ക് മുമ്പ് 4-5 വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ കുന്നുമല ഗോപാലന്റെ വീട് തികച്ചും ഒറ്റപ്പെട്ടതാണ്. രാവിലെ ചോനാടത്തെ അണ്ടിക്കമ്പനിയിൽ ജോലിക്ക് പോകാൻ ഗോപാലൻ കുന്നിറങ്ങിയാൽ വൈകിട്ടേ തിരിച്ചു കയറൂ. അത്രയും സമയം വീട്ടിൽ ഭാര്യ സൗഭാഗ്യലക്ഷ്മി ഒറ്റയ്ക്കാണ്. ഗോപാലൻ തമിഴ്നാട്ടിൽ എവിടെയോ ആക്രിക്കച്ചവടം നടത്തിയിരുന്നിടത്ത് നിന്ന് അടിച്ചുമാറ്റി കൊണ്ടുവന്നതാണ് കറുത്ത വാവ് ദിവസം നിലാവുദിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയുള്ള സൗഭാഗ്യലക്ഷ്മിയെ. കുറെ കാലം അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് കുന്നുമൽ വിറക് ശേഖരിക്കാൻ പോയിരുന്ന നാട്ടിലെ സ്ത്രീകൾ ഗോപാലന്റെ വീടിന്റെ പരിസരത്ത് കള്ളൻ വാസുവിനെ കണ്ടിരുന്നുവത്രേ. എന്തായാലും കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോപാലന്റെ സൗഭാഗ്യലക്ഷ്മി പെറ്റു. 1 അല്ല 2 എണ്ണം, ഒരാണും ഒരു പെണ്ണും. ഇതൊന്നുമല്ല അംബുജത്തിന്റെ കഥയിലെ മുഖ്യ ആകർഷണീയത. വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു മോഷണ കേസ് പ്രതിയെ തിരക്കി ഗോപാലന്റെ വീട് അന്വേഷിച്ചു വന്ന പോലീസുകാർ മകൻ സോമസുന്ദരത്തിന്റെ കയ്യിൽ വിലങ്ങിട്ട് കുന്നിറങ്ങുമ്പോൾ ഗോപാലൻ പറയുന്നതായി അംബുജം അടയാളപ്പെടുത്തിയ വാക്കാണ് നാട്ടിൽ ഭൂകമ്പം സൃഷ്ടിച്ചത്. അതാണ് കഥയുടെ തലവാചകവും, പൈതൃകം. കഥാപാത്രങ്ങൾക്ക് ജീവിക്കുന്നവരുടെ അതേ പേര് തന്നെയായിരുന്നു എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത. കഥ വന്ന് 2-3 ദിവസം കഴിഞ്ഞ് ഓണപ്പതിപ്പുമായി തെക്കേടത്തെ ശാന്ത മോറക്കുന്ന് കയറിപ്പോകുന്നത് പലരും കണ്ടിരുന്നു. അതിന്റെ പ്രതിഫലനം 2 ദിവസം കഴിഞ്ഞ് ചന്തയിൽ പച്ചക്കറിക്കടയുടെ പരിസരത്ത് അരങ്ങേറുകയും ചെയ്തു. സൗഭാഗ്യലക്ഷ്മി പച്ചക്കറി വാങ്ങാൻ ചന്തയിലെത്തിയതായിരുന്നു. അപ്പോഴാണ് വഴിയിൽ അംബുജത്തെ കാണുന്നത്. എന്തൊക്കെയുണ്ട് അമ്മാരിയെ വിശേഷം? അംബുജം സൗഭാഗ്യലക്ഷ്മിയെ കണ്ടപ്പോൾ സുഖവിവരങ്ങൾ തിരക്കുകയായിരുന്നു. ഒറ്റ ആട്ടായിരുന്നു മറുപടി. പിന്നെ തമിഴിലെ മുഴുവൻ വിശേഷണ പദങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെറി അഭിഷേകവും. കേട്ട പാതി കേൾക്കാത്ത പാതി അംബുജം മൂഴിക്കര കണ്ടം വഴി ഓടിപ്പോയെന്ന് തെക്കേടത്തെ ശാന്ത 2 ദിവസം പറഞ്ഞു നടന്നു. തെക്കേടത്തെ ശാന്തക്ക് അംബുജത്തോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. രണ്ടുപേരും കെട്ടാമങ്കകളായി പുരനിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ആ സംഭവമുണ്ടായത്. കനീസപ്പറമ്പിലെ ഇംഗ്ലീഷ് ആശുപത്രിയിൽ പനി വന്നു കാണിച്ച് മടങ്ങി വരുന്ന വഴിയായിരുന്നു ശാന്ത. വഴിക്ക് ശാന്തയെ കണ്ടപ്പോൾ 2 വീടപ്പുറത്തുള്ള അംബുജത്തിനുള്ള കത്ത് പോസ്റ്റ്മാൻ അവളെ ഏൽപ്പിച്ചു. അത്രോടെ ഞാൻ വരണ്ടല്ലോ, കാലിന് വല്ലാത്ത കടച്ചല്, നീ പോകുന്ന വഴിക്കൊന്ന് കൊടുത്താൽ മതി. അംബുജത്തിന് 2 കത്തുകൾ ഉണ്ടായിരുന്നു അന്ന്. ഒന്ന് ഏതോ മാസികയിൽ നിന്നുള്ളത്, മറ്റേതിന്റെ പിന്നിൽ അഡ്രസ് ഒന്നുമില്ലായിരുന്നു. നല്ല ഉരുണ്ട കൈപ്പടയിൽ ഇംഗ്ലീഷിൽ എഴുതിയ മേൽവിലാസം. 2 കത്തുകളിൽ ഒന്ന് മാത്രം ശാന്ത അന്ന് അംബുജത്തിന് നൽകി. മറ്റേത് കൊടുക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ആരെയും കാണിക്കാതെ പൊട്ടിച്ച് വായിച്ചു. അതൊരു കമ്പനിയിൽ ടൈപ്പിസ്റ്റായി ജോലിക്ക് ഹാജരാകുവാൻ വേണ്ടിയുള്ള നിയമന ഉത്തരവായിരുന്നു. അത് അംബുജത്തിന് നൽകാതെ ശാന്ത പൂഴ്ത്തിവെച്ചു. നിയമന ഉത്തരവും കാത്ത് കണ്ണുകുഴഞ്ഞ് പോസ്റ്റ്മാനോട് അന്വേഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോഴേക്കും ജോലിയിൽ പ്രവേശിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു. അതിൽ പിന്നെ അംബുജം എഴുതുന്ന എല്ലാ കഥകളിലെയും ദുഷ്ടകഥാപാത്രങ്ങൾക്ക് പേര് തെക്കേടത്തെ ശാന്ത എന്നായിരുന്നു. അത് ശാന്തയുടെ നല്ല പേരിനും നല്ല നടപ്പിനും ഒരുപാട് കളങ്കമുണ്ടാക്കി. അതിൽ പിന്നെ തരം കിട്ടുമ്പോഴെല്ലാം ശാന്ത അംബുജത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക പതിവായിരുന്നു. ഇങ്ങനെ ഗ്രാമവാസികളെ തന്റെ കഥയിലെ കഥാപാത്രങ്ങളാക്കിയും അവരുടെ ജീവിതത്തെ കഥകളാക്കിയും അംബുജം മുന്നേറിയപ്പോൾ അവർ രഹസ്യമായി സംഘം ചേർന്നു ഒരു തീരുമാനത്തിലെത്തി.
ഇനി ഒരു കഥയും അംബുജത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കുവാൻ പാടില്ല. അംബുജം പോസ്റ്റ് ചെയ്യുന്ന ഓരോ കഥയും ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിൽ വെച്ച് മാറ്റപ്പെട്ടു. ഭാസ്കരേട്ടന്റെ മേൽനോട്ടത്തിൽ കത്തുകൊള്ള അനുസ്യൂതം തുടരുന്ന കാലത്താണ് മലയാള ദേശത്തിൽ അംബുജത്തിന്റെ പുതിയ കഥ പ്രത്യക്ഷപ്പെട്ടത്. പേര് കത്തുകള്ളൻ, നായകൻ തൈക്കണ്ടി ഭാസ്കരൻ. കഥയുടെ അവസാനം ഒരു കുറിപ്പും ഈ കഥയ്ക്ക് ജീവിക്കുന്നവരുമായോ ഇനി മരിക്കാൻ പോകുന്നവരുമായോ എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് വാസ്തവവും സത്യവുമാണ്. തൻ്റെ കഥ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിരന്തരം മാറ്റപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അംബുജം നഗരത്തിൽ ചെന്ന് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ആയിടയ്ക്കാണ് അംബുജം തൻ്റെ കഥയെഴുത്തിൻ്റെ ദശവാർഷികം ആഘോഷിക്കാൻ തീരുമാനിക്കുന്നത്. അതുവരെ വാരാന്ത പതിപ്പിൽ വന്ന കഥകളെല്ലാം ഒരുമിച്ച് ചേർത്ത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുവാൻ മലയാളദേശം പ്രസാധകരും തയ്യാറായി. പുസ്തക പ്രകാശനത്തിലുള്ള സ്ഥലവും തീയതിയും നിശ്ചയിക്കപ്പെട്ടു. സ്ഥലം നാട്ടിലെ വിജ്ഞാനദായിനി വായനശാലയുടെ അങ്കണം. സമയം വൈകിട്ട് 6 മണി. സംഗതി അംബുജത്തോട് വിരോധമുണ്ടെങ്കിലും തങ്ങളുടെ നാട്ടിൽ നിന്നൊരാളുടെ കഥകൾ പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുന്നു എന്ന വിവരം ഗ്രാമവാസികളെ പതുക്കെ പതുക്കെ കോൾമയിർ കൊള്ളിച്ചു. പുസ്തക പ്രകാശനത്തിന് 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്ഥിരം കമ്മിറ്റി രൂപീകരിച്ച് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു. 100 രൂപ വിലയുള്ള 500 കോപ്പികളാണ് അച്ചടിക്കുക. ഗ്രാമത്തിലുള്ള ഓരോ വീട്ടുകാരും ഓരോ കോപ്പി വീതം വാങ്ങണം. ബാക്കി മലയാളദേശം വിറ്റഴിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സുദേവൻ മാഷിന്റെ കണക്കുകൂട്ടൽ എല്ലാവരും കേട്ടതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. സംഗതി അഭിമാനത്തിനുള്ള വകുപ്പാണെങ്കിലും അംബുജത്തോടുള്ള ഈർഷ്യ കൊണ്ട് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുവാൻ എല്ലാവർക്കും മടിയായിരുന്നു. അങ്ങനെ ആ സുദിനം വന്നെത്തി. വൈകിട്ട് 4 മണിക്ക് വായനശാലയുടെ പരിസരം ജനനിബിഡമായി കഴിഞ്ഞിരുന്നു. തോരണങ്ങളാൽ ചുറ്റും അലങ്കരിക്കുന്നതിൽ നാട്ടുകാർ ഒരുമൈ ഇരുമൈ മറന്ന് പണിയെടുത്തു. വായനശാലയുടെ മുറ്റത്ത് കസേര നിരത്താൻ നേതൃത്വം കൊടുത്തത് ആടിനെ പോറ്റുന്ന പാത്തുവും കുറുക്കൻകണ്ടിയിലെ അലീമയുമായിരുന്നു. ഭാസ്കരേട്ടൻ വരുന്നവർക്ക് കൊടുക്കാനുള്ള സർബത്ത് തയ്യാറാക്കാനുള്ള ബദ്ധപ്പാടിലായിരുന്നു. അതിന്റെ ചെലവെല്ലാം ഭാസ്കരേട്ടൻ സ്വന്തം കയ്യിൽ നിന്നാണ് എടുത്തത്. പാക്കരന് അംബുജത്തോട് എന്തൊരു സ്നേഹം! അലീമയുടെ വാക്കുകൾ പലരും വായിക്കാതെ വായിച്ചു. മേറ്റിബായമ്മയുടെ പൂക്കടയിൽ നിന്ന് നേരത്തെ പൂക്കൾ വാങ്ങിച്ചു വെച്ചിരുന്നു. അംബുജത്തെ മാലയിട്ട് സ്വീകരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരി അമ്മുക്കുട്ടി ടീച്ചറാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ആളുകളുടെ നീണ്ട നിരയും ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് തന്നെ അംബുജം അമ്മയോടൊപ്പം വായനശാലയിലെത്തി. ഭാസ്കരേട്ടൻ സ്പെഷ്യലായി തയ്യാറാക്കിയ ഒരു ഗ്ലാസ് നിറയെ സർബത്ത് അംബുജത്തിന് കൊണ്ടുകൊടുത്തു. ഇപ്പം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഓറോളെ നിർബന്ധിച്ചത് മുഴുവനും കുടിപ്പിച്ചു. താനൊരു മഹനീയ കൃത്യം നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യമായിരുന്നു തൈക്കണ്ടിയിലെ ഭാസ്കരേട്ടന്റെ മുഖത്തപ്പോൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ വിശിഷ്ടാതിഥികൾ എത്തി പ്രകാശന ചടങ്ങ് ആരംഭിച്ചു. സ്വാഗത പ്രസംഗം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ചന്ദ്രപ്പൻ സാറിന്റെ വകയായിരുന്നു. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ് പ്രകാശന ചടങ്ങ് തുടങ്ങാനിരിക്കെ വേദിയിൽ നിന്ന് പെട്ടെന്നിറങ്ങിയ അംബുജം സൈഡിലൂടെ വായനശാലയുടെ അടുത്തുള്ള വീട്ടിലേക്ക് പോകുന്നത് എല്ലാവരും കണ്ടു. അപ്പോൾ തൈക്കണ്ടിയിലെ ഭാസ്കരേട്ടന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി നിമിഷനേരം കൊണ്ട് തന്നെ ആടിനെ പോറ്റുന്ന പാത്തുമ്മയുടെയും സൗഭാഗ്യലക്ഷ്മിയുടെയും തെക്കേടത്തെ ശാന്തിയുടെയും എന്തിനേറെ സുദേവൻ മാഷിന്റെ മുഖത്തും വിരിഞ്ഞു നിന്നു. പുസ്തക പ്രകാശന ചടങ്ങിൽ അംബുജത്തെ ആ പരിസരത്തൊന്നും പിന്നെ കണ്ടതേയില്ലായിരുന്നു. കുറച്ചുനേരം കാത്തുനിന്നു. അംബുജത്തെ തിരഞ്ഞ് പലരും പല വഴി നടന്നു. അവസാനം അംബുജത്തിന്റെ അസാന്നിധ്യത്തിൽ അമ്മുക്കുട്ടി ടീച്ചർ അംബുജത്തിന്റെ ചെറുകഥാ സമാഹാരമായ അംബുജം കഥ എഴുതുകയാണ് പ്രകാശനം ചെയ്തു. ആ മനോഹരമായ ദൃശ്യം ആവോളം ആസ്വദിച്ച് ഗ്രാമവാസികൾ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. പുസ്തകത്തിന്റെ ഒറ്റ കോപ്പി പോലും അന്ന് വിറ്റുപോയില്ല. 2 ആഴ്ചത്തെ ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലെത്തിയ അംബുജത്തെ എതിരേറ്റത് കോലായി നിറയെ പുസ്തകങ്ങളായിരുന്നു. പുസ്തകങ്ങൾക്കിടയിലൂടെ അകത്തേക്ക് ഞെരിഞ്ഞു കയറി കട്ടിലിൽ അഭയം പ്രാപിക്കുമ്പോൾ അംബുജം മനസ്സിൽ പുതിയ കഥയ്ക്കുള്ള വിഷയം മെനയുകയായിരുന്നു. അംബുജം കഥ എഴുതുകയാണ്.
ആരോൺ റോമി മെൻഡോൻസ അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇനി സന്തോഷ് ഒഴിഞ്ഞവളപ്പ് ചൊല്ലുന്ന കവിതകൾ. നഗരത്തിലെ കാല്. സന്തോഷവാനാണ് അമിത പ്രതീക്ഷകളുടെ കൊമ്പുകളിൽ കയറി നിലത്ത് പൊട്ടിവീഴാറില്ല. പോയാൽ പോകട്ട് പോണാൽ എന്ന തെരുവിലെ കാലില്ലാത്ത യാചകന്റെ കണ്ണുകളിലാണ് ഞാൻ ഈ ലോകത്തെ തൊടുന്നത്. അയാളാണ് മുറിവേറ്റവരുടെ കുരിശിൽ ഇരുന്നും ക്ഷീണിച്ചും നഗരത്തെ കൃത്യമായി വരയ്ക്കുന്നത്. കിട്ടിയ നാണയത്തുട്ടുകളിൽ ആർദ്രതയുടെ മിഴികൾ കണ്ട് കണ്ട് നനയുന്നത്. ഇയാളിലൂടെ പോകുന്ന നേരം പോക്കാണ്. കാലുള്ളവന്റെ ദുരിതത്തിൽ നിന്ന് കാലില്ലാത്തവന്റെ നെഞ്ചിലേക്ക് ഒന്ന് കാതുകൾ ചേർത്തു വയ്ക്കൂ. അപ്പോഴറിയാം വിശന്ന് തളർന്ന് കണ്ണ് കലങ്ങിയ ഒരു വീടിന്റെ ഇരിപ്പുകൾ. എത്ര നേരം ഇങ്ങനെ കാത്തിരിക്കണം എന്നത് കാലുള്ളവന്റെ ചിന്തയിൽ ആളുന്ന തീയല്ല, അതൊരു ജന്മം തന്നെ തോൽപ്പിച്ചവന്റെ കടലാണ്. എത്ര നേരം ഇങ്ങനെ കാത്തിരിക്കണം എന്നത് കാലുള്ളവന്റെ ചിന്തയിൽ ആളുന്ന തീയല്ല, അതൊരു ജന്മം തന്നെ തോൽപ്പിച്ചവന്റെ കടലാണ്. സായാഹ്ന സവാരി. ഒരു വീട് സായന്തന സവാരിക്കിറങ്ങി റോഡരികിലൂടെ കടൽക്കരയിലേക്ക്. വഴിയരികിലപ്പോൾ മറ്റൊരു വീട് പണ്ട് വാർക്കപ്പണിക്കിടയിൽ വീണതിന് ഒരേ ഇരുപ്പ്. വഴിയരികിലപ്പോൾ മറ്റൊരു വീട് പണ്ട് വാർക്കപ്പണിക്കിടയിൽ വീണതിന് ഒരേ ഇരുപ്പ്. പരിചയമുള്ളതാകിയാൽ ഒന്ന് സൗഹൃദം പുതുക്കി. വഴിവക്കിലെ വീട് പാതി ചിരിച്ച് കണ്ണടയ്ക്കുന്നു. വഴിവക്കിലെ വീട് പാതി ചിരിച്ച് കണ്ണടയ്ക്കുന്നു. ആകെ മാറിപ്പോയി, നിറമൊക്കെ മങ്ങി, ചുവരൊക്കെ തകർന്ന്. ഇരുത്തം വന്ന വീട് നടത്തം ഓർമ്മപ്പുതപ്പായി അതിൻ്റെ കാലിൽ നീര് വച്ച് തല കറങ്ങുന്നുവെന്ന് അടുക്കളപ്പുറം ദുഃഖത്തോടെ പറഞ്ഞു. എത്ര വേഗമാണ് ഒരാൾ മൗനത്തിൻ്റെ വീടായത്, എത്ര വേഗമാണ് ഒരാൾ മൗനത്തിൻ്റെ വീടായത്. ആൽമരം. ഒറ്റ മരത്തിൽ വസന്തകാലം വന്ന് കിളികൾക്ക്, ചീവീടുകൾക്ക്, കുയിൽപ്പാട്ടുകൾക്ക്, പുഴുവിന്, പൂമ്പാറ്റയ്ക്ക്, അണ്ണാറക്കണ്ണന്, ഉറുമ്പിന്, ഓന്തിന്. ഇന്ന് നിറം മങ്ങിയ തണൽ, വികസനത്തിൻ്റെ വീരമലക്കുന്ന് മോർച്ചറികൾ. ജീവൽ പ്രപഞ്ചത്തിന് കീഴിൽ വിളക്ക് വെച്ച അന്തിത്തിരിയൻ അന്ന് ദൈവം. അരിയാലിൻ കീഴിൽ, കുഞ്ഞാലിൻ കീഴിൽ, ആലിൻ കീഴിൽ വെള്ളൂരാല് ഇല്ലാ മരപ്പാട്ടുകൾ. മരിക്കാത്തൊരെന്നിൽ കരിന്തിരി കത്തും വിളക്കും കട്ടിയിരുട്ടും ശാഖോപശാഖകൾ. നിങ്ങൾ കേട്ട കവിതകൾ ചൊല്ലിയത് സന്തോഷ് ഒഴിഞ്ഞവളപ്പ്. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി ഒരു പ്രഭാഷണമാണ്. മലയാള നാട്ടിൽ നിന്ന് 7 മീതെ കൊടകമലയിലെത്തുന്ന മാങ്ങാട്ട് മന്നപ്പൻ കതുവനൂർ വീട്ടിലെ നേരമ്മാവന്റെ മണ്ണും പറമ്പും പുഷ്പിപ്പിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർക്കായി കൊടകപടയെ കൊയ്ത്തിൽ നിലം പരിച്ചാക്കുന്നു. പക്ഷേ മുത്താർമുടി ചതുപ്പിൽ കണ്ടം തുണ്ടമാക്കപ്പെട്ട് മന്നപ്പൻ മരിച്ചു വീഴുന്നു. കതുവനൂർ വീരം തെയ്യമായി മലയിറങ്ങി മലയാള നാട്ടിലേക്ക്. കതുവനൂർ വീരൻ തെയ്യത്തിൻ്റെ കഥ ഒരു ദേശാടനത്തിൻ്റെ വീരചരിതമാണ്. സ്വന്തം നാടും വീടും വിട്ട് അപരിചിതമായ മറ്റൊരു ദേശത്തിന്റെ അടയാളമാകും വിധം ജീവിച്ച് എന്നാൽ ദുരന്ത നായകനായി പരിണമിച്ച ഒട്ടേറെ പേർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. നോവൽ സാഹിത്യ ചരിത്രത്തിലും ഇത്തരം കഥാപാത്രങ്ങൾ കാണാം. DK അനിൽകുമാർ എഴുതിയ ദൈവക്കരു എന്ന നോവലിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നത് സുരേന്ദ്രൻ കാടങ്കോട്. ഒരു തെയ്യക്കഥ ആഖ്യാനത്തിൻ്റെ മികവ് കൊണ്ട് കൂടുതൽ ഭാവോജ്വലമാകുന്നുവെന്നതാണ് ദൈവക്കരുവിൻ്റെ സവിശേഷത. കഥയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന മൗനങ്ങളുടെ ആഴവും അലയും വലുതാണ്. സമകാലികമായ പലതിനെയും ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് നോവലിൻ്റെ പ്ലാറ്റ്ഫോം വിശാലമാക്കുകയാണ്
VK അനിൽകുമാർ ചെയ്യുന്നത്. ചെമ്മരുത്തി, അണ്ണൂക്കൻ, വസുവനക്കനലാടി എന്നിവരുടെ ഓർമ്മകളിലൂടെയും വിചാരങ്ങളുടെയുമാണ് നോവലാരംഭത്തിൽ മന്തപ്പൻ വായനക്കാരുടെ മനസ്സിലെത്തുന്നത്. മൂലകഥയിൽ നിന്ന് വിഭിന്നമായി അണ്ണൂക്കൻ എന്ന കഥാപാത്രത്തിന് വല്ലാത്ത മാനവും തിളക്കവും ഈ നോവലിലുണ്ട്. കൊടകപട വെട്ടിയെരിഞ്ഞിട്ട മന്തപ്പൻ 107 ശരീരഭാഗങ്ങളായി കിടക്കുന്നു. കൈതമുള്ളെന്നും മുണ്ടമുള്ളെന്നും പെറുക്കിയെടുക്കുന്ന ആ ശരീരഭാഗങ്ങളുമായി അണ്ണൂക്കൻ. അത് നമ്മുടെ ഹൃദയത്തെ തൊടും. മാംസക്കഷ്ണങ്ങൾ ചേർത്തുവെച്ച് മന്തപ്പനെ ചായ്ച്ചെടുക്കുന്ന അണ്ണൂക്കൻ. ഉടൽമാലകൾ വാരി വലിച്ചിട്ട് ശവത്തിൻ്റെ നാണം മറയ്ക്കുന്ന അണ്ണൂക്കൻ. മന്തപ്പന് ചിതയൊരുക്കുന്ന അണ്ണൂക്കനെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ദുരന്തവുമെത്തുന്നു. ഉച്ചവെയിലിൽ എന്തേ നക്ഷത്രമുദിച്ചുവെന്ന് ചോദിച്ച് അണ്ണൂക്കൻ്റെ ശ്രദ്ധ തെറ്റിച്ച് ചെമ്മരുത്തി ചിതയിലേക്ക് എടുത്തു ചാടുന്നു. ചെമ്മരുത്തിയെ രക്ഷിക്കാനായി തീജ്വാലയിലേക്ക് അണ്ണൂക്കൻ പായുന്നു. പിടിച്ചു വലിക്കുമ്പോൾ വെന്ത കണ്ടവും തുണ്ടവുമായ ചെമ്മരുത്തിയുടെ ശരീരഭാഗങ്ങൾ അണ്ണൂക്കൻ്റെ കയ്യിൽ. കത്തിയമർന്ന മന്തപ്പനേക്കാളും ചെമ്മരുത്തിയേക്കാളും അണ്ണൂക്കൻ വലിയ നൊമ്പരമായി ദൈവക്കരുവിൽ മറ്റൊരു കരുവായി പിറവിയെടുക്കുന്നു. പുലകുളിക്കായി വന്താർമുടിയാറ്റിലിറങ്ങുന്ന അണ്ണൂക്കൻ യഥാർത്ഥത്തിൽ മന്തപ്പനിലേക്കാണ് ഇറങ്ങുന്നത്. പുഴയായി കുളിരുന്നത് മന്തപ്പനെന്ന ഓർമ്മയാണ്. അങ്ങേക്കടവിൽ വെള്ളം തെറിപ്പിച്ച് കുളിച്ചു കളിക്കുന്ന ഓളും പുരുവനും മാങ്ങാട്ട് മന്തപ്പനും വേളാർക്കോട്ട് ചെമ്മരുത്തിയുമാണെന്ന് അണ്ണൂക്കൻ കാണുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആരുമില്ല. വന്താർമുടിയാറ്റിൽ നിന്ന് മന്തപ്പനാൽ ദർശനപ്പെടുന്ന അണ്ണൂക്കൻ്റെ ജീവിതം മറ്റൊന്നാകുന്നു. അമ്മയ്ക്കും അച്ഛനും ഒന്നിച്ചു മാത്രം കഴിഞ്ഞിരുന്ന അണ്ണൂക്കൻ ജീവിതവും അധ്വാനവും എന്താണെന്നറിയുന്നത് മന്തപ്പൻ്റെ വരവോടെയാണ്. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചു കഴിഞ്ഞപ്പോഴും മന്തപ്പൻ അണ്ണൂക്കൻ്റെ ജീവിതത്തെ ഉഴുതുമറിച്ചിട്ടു. പ്രിയമച്ഛനൻ കുടിയിരിക്കുന്ന ശരീരമായി അണ്ണൂക്കൻ മാറി. അസാധാരണമാം വിധമാണ് അണ്ണൂക്കൻ്റെ ജീവിതചക്രത്തെ VK അനിൽകുമാർ വായനക്കാരുടെ മനസ്സിൽ കോറിയിടുന്നത്. നാലാവര് തണ്ടയാന്മാരോടൊത്ത് കൊടകമലകിയുന്ന തെയ്യത്തെ അവതരിപ്പിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. തണ്ടയാന്മാരുടെ പൊന്നനും അഴകനുമെന്നും പേരുള്ള എരുതുകൾ തെയ്യത്തോട് നടത്തുന്ന സംസാരമുണ്ട്. തങ്ങളുടെ പുറത്ത് മനുഷ്യൻ അടിച്ചുകൂട്ടിയ ചോരപ്പാടുകൾ അവർ തെയ്യത്തിന് കാണിച്ചു കൊടുത്ത് സങ്കടങ്ങളുടെ പൊരുൾ തേടുന്നു. തെയ്യം ചിരിച്ചുകൊണ്ട് തൻ്റെ ശരീരം തുറന്നു കാണിക്കുന്നു. മേത്താകെ കുത്തിക്കോറിയിട്ട മുറിപ്പാടുകൾ. നോക്കി നോക്കിയിരിക്കെ അവയിൽ നിന്ന് ചോരച്ചാലുകൾ ഒഴുകാൻ തുടങ്ങുന്നു. തെയ്യത്തിൻ്റെ മുറിപ്പാടുകൾ കണ്ട് തങ്ങളുടേത് എത്ര നിസ്സാരമെന്ന് എരുതുകൾക്ക് ബോധ്യപ്പെടുന്നു. എന്നാൽ മനുഷ്യരുടെ സങ്കടങ്ങൾ തീർക്കാൻ മുറിവേറ്റ ശരീരമുള്ള തെയ്യത്തിന് എന്ത് ചെയ്യാനാകുമെന്ന പ്രസക്തമായ ചോദ്യം അഴകൻ ചോദിക്കുന്നുണ്ട്. അതിന് തെയ്യം നൽകുന്ന ഉത്തരം നമ്മുടെ ദൈവസങ്കല്പത്തെ ആകെ തകിടം മറിക്കുന്നതാണ്. ഈ മനുഷ്യരെ എന്തെങ്കിലും പഠിപ്പിക്കാനോ ലോകം മാറ്റിമറിക്കാനോ അല്ല ഞാൻ ഈ മലയിറങ്ങുന്നത്. മനുഷ്യൻ പ്രവചനാതീതനാണ്. ഒരു ദൈവത്തിനും മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനാവില്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതാവബോധമാണ് സ്വയം ശുദ്ധപ്പെടുക എന്നത്. അതൊരാൾക്കൊരാളെ പഠിപ്പിക്കാനാവുന്നതല്ല. കാരുണ്യവും ഹിംസയും ഓരോ മനുഷ്യൻ്റെയും സ്വയം തെരഞ്ഞെടുപ്പാണ്. ഹിംസയെക്കുറിച്ച് മനുഷ്യനോട് ഒന്നും പറയേണ്ടതില്ല, പുതുതായി ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. അവന് എല്ലാം അറിയാം. പക്ഷേ കാരുണ്യത്തെ, അലിവിനെ, മറ്റൊരാളെ ചേർത്ത് പിടിക്കേണ്ടതിനെ, അവൻ്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കീറിമുറിഞ്ഞ ഈ ശരീരം ഓർമ്മയുടെ രൂപകമാണ്. ജാതീയതയെ വിചാരണ ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ നോവലിലുണ്ട്. കീഴാളവർഗക്കാരോട് കൂട്ടുകൂടുന്ന മന്തപ്പനെയാണ് കുട്ടിക്കാലം മുതൽ കാണാനാവുന്നത്. എനിക്ക് ഇനിയും അഴുക്കു പുരളാനുണ്ട് എന്നും എനിക്ക് ശുദ്ധാശുദ്ധിയില്ല എന്നും പറയുന്ന തെയ്യത്തെ ഇതിൽ കാണാം. കുഞ്ഞാരൻ, വിരുന്തൻ എന്നീ കനലാടികളെ അവതരിപ്പിക്കുക വഴി കർഷക സമരങ്ങളുടെ പ്രാഗ് രൂപങ്ങളെ വെളിച്ചപ്പെടുത്തുകയാണ് VK അനിൽകുമാർ ചെയ്യുന്നത്. കണ്ടത്തിൽ പണിയെടുക്കാൻ പണം കൊടുത്തു വാങ്ങിയ അടിമപ്പെണ്ണായ വിരുന്തിക്ക് അടിയോട്ടിൽ ചോറും കണ്ണൻ ചിരട്ടയിൽ കൂട്ടാനും വിളമ്പിക്കൊടുക്കുന്നു. എന്നാൽ
കലിതുള്ളിക്കൊണ്ട് വിരുന്തി അത് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നു. ജാതീയതയ്ക്കെതിരെയുള്ള ഒരു പെണ്ണിൻ്റെ ഈ പുറങ്കാലടി ഈ നോവലിൻ്റെ പ്രഹരശേഷിയെ കാണിക്കുന്നു. പുലിമറഞ്ഞ തൊണ്ടച്ചൻ്റെ കഥ പറയുന്നതും ഇവിടെ പ്രസക്തമാണ്. കീഴാളരുടെ വീരനായകനായ കാരിക്കുരുക്കളുടെ ജീവിതകഥ അവതരിപ്പിക്കുക വഴി വരേണ്യതയെ ചെറുക്കുന്ന തെയ്യത്തിൻ്റെ പിറവി ദൃശ്യപ്പെടുത്തുകയാണ് നോവലിസ്റ്റ് ചെയ്യുന്നത്. തമ്പുരാക്കന്മാരുടെ അടിമകളായി കണ്ടത്തിലെ ചേറിൽ പണിയെടുക്കുന്ന വിരന്തിയുടെയും കരിമ്പൻ്റെയും മകൻ കാരി സാമൂഹ്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് വളർന്നു. തമ്പുരാനോടെതിരിട്ട കാരിക്കുരുക്കളും ദുരന്ത നായകനാവുകയാണ്. പുലിമറഞ്ഞ തൊണ്ടച്ചൻ തെയ്യത്തിൻ്റെ ആഖ്യാനം നെഞ്ചെടുപ്പോടെ മാത്രമേ വായിക്കാനാവൂ. കതിവനൂർ വീരൻ തെയ്യത്തിൻ്റെ കഥ പറച്ചിലിൽ പുലിമറഞ്ഞ തൊണ്ടച്ചൻ തെയ്യത്തെ കൂട്ടുപിടിക്കുന്നതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. വിശക്കുന്നവരുടെ ദൈവവും നാടുവാഴുന്നവരുടെ ദൈവവും കൂട്ടിത്തൊടുന്ന സന്ദർഭം നോവലിലുണ്ട്. തീണ്ടൽ ജാതിക്കാരൻ്റെ തെയ്യം പരിശുദ്ധമായി കരുതുന്ന ശ്രീകോവിലിലേക്ക് പാഞ്ഞുകയറി ശുദ്ധാശുദ്ധിയെക്കുറിച്ച് വർത്തമാനം പറയുന്നു. അടിച്ചമർത്തലിനെതിരെ കുഞ്ഞാരനും വിരുന്തനും നടത്തുന്ന പോരാട്ടങ്ങൾ കതിവനൂർ വീരൻ്റെയും പുലിമറഞ്ഞ തൊണ്ടച്ചൻ്റെയും തുടർച്ച തന്നെയാണ്. കനലാടിമാരുടെ പൊള്ളുന്ന ജീവിതവും നീറുന്ന പ്രശ്നങ്ങളും നെരിപ്പായി നോവലിൻ്റെ പല ഭാഗത്തും കാണാം. വസുവനക്കനലാടി, കുഞ്ഞിക്കോരൻ, കുഞ്ഞാരൻ, വിരുന്തൻ എന്നീ കനലാടികളെ സവിസ്തരം അരങ്ങിലെത്തിക്കുന്നു. തെയ്യത്തിന് കുടിയിരുന്ന് നടനമാടാനും ഉരിയാടാനും പാകത്തിൽ മനസ്സും ശരീരവും ഒരുക്കുന്ന കനലാടികളുടെ വികാരവിചാരധാരകളെ നോവൽ പടർത്തുന്നുണ്ട്. മറ്റുള്ളവർക്കായി മരണത്തെ നേരത്തെ വരിക്കുന്നു കുഞ്ഞാരനും വിരുന്തനും. ഓരോ തെയ്യത്തിനും വളരേണ്ട ഭൂമികയാണ് കനലാടിയുടെ ശരീരം. പാരിസ്ഥിതിക ദർശനം നോവലിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അഴകനും പൊന്നനും എന്ന എരുതുകൾക്ക് മാനുഷിക ഭാവങ്ങൾ നൽകുന്നുവെന്ന് മാത്രമല്ല, അവയെ നോവലിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത കഥാപാത്രങ്ങളാക്കി മാറ്റാനും നോവലിസ്റ്റിന് കഴിയുന്നുണ്ട്. വീട് വിട്ടിറങ്ങുമ്പോൾ മുറ്റത്തെ ചെന്തങ്ങ് മന്ദപ്പനോട് പറയുന്ന വാക്യമുണ്ട്: എന്നെയും നിന്നെയും നട്ടു നനച്ചത് ഒരേ കൈകൾ, അതിനാൽ നമ്മൾ സഹോദരങ്ങൾ, നീ വീട് വിട്ടു പോകരുത്. അച്ഛനുമായി കലമ്പേണ്ടി വരുന്ന മന്ദപ്പൻ തൻ്റെ മനോസംഘർഷങ്ങളെ തണുപ്പിക്കുന്നത് നെടിയ കാഞ്ഞീരത്തിൻ്റെ ചുവട്ടിൽ കിടന്നാണ്. കാഞ്ഞീരത്തിൻ്റെ കുളിര് ഇത്തരം ദൃശ്യങ്ങൾ വിരയിക്കുന്ന നോവലിൻ്റെ ആകമാനം കുളിര് തന്നെയാണ്. കദളിവാഴകൾ, വന്താർമുടിയാറ്, മാരിയൻ കാറ്റ്, ആയിരക്കൊമ്പൻ വൈനി എന്നിവയുടെ വായന നോവൽ ഊന്നുന്ന പരിസര വീക്ഷണത്തിൻ്റേതുമാണ്. പ്രിയപ്പെട്ട മച്ചിനെ ചിതയൊരുക്കാൻ വിറക് തേടുന്ന അണ്ണൂക്കനെ സഹായിക്കാൻ മാരിയൻ കാറ്റ് വരുന്നു. ആയിരക്കൊമ്പൻ വൈനിയുടെ ചില്ല ഒടിച്ചിടുന്നു. 3 ഭാഗങ്ങളിലായാണ് നോവൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. പൊയ്ത്തിനെ തുടർന്ന് 107 മാംസക്കഷ്ണങ്ങളായി മാറിയ മന്ദപ്പനെ അവതരിപ്പിച്ചുകൊണ്ടാണ് 1-ാം ഭാഗം തുടങ്ങുന്നത്. 2-ാം ഭാഗത്ത് മന്ദപ്പൻ്റെ കുട്ടിക്കാലം, വിവാഹം, അധ്വാനം, പൊയ്ത്ത് ഇവ ദൃശ്യമാകുന്നു. മന്ദപ്പൻ്റെ ജീവിതകഥയുമായി ഏറെയൊന്നും ബന്ധമില്ലാത്ത 3-ാം ഭാഗം എന്നാൽ നോവലിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. കർഷക സമരങ്ങളുടെ ആദിമ വിചാരങ്ങളിലേക്ക് ഈ ഭാഗം നമ്മെ നയിക്കുന്നു. എഴുത്തുകാരൻ്റെ മുറിയിലേക്കുള്ള ഫാസിസത്തിൻ്റെ കടന്നുവരവ് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. പലയിടത്തും അദൃശ്യരായി പ്രത്യക്ഷപ്പെടുന്ന തൊണ്ടച്ചന്മാരുടെ പ്രവചനാത്മകമായ വാക്കുകൾക്ക് നോവലിൽ വലിയ സ്ഥാനമുണ്ട്. കഥാതന്തുക്കളെ വർത്തമാനകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് തൊണ്ടച്ചന്മാരുടെ വാക്കുകൾ. ഈ നോവലിന് നക്ഷത്രദ്യുതിയേകുന്ന മറ്റൊരു ഘടകം ഭാഷയാണ്. മനുഷ്യൻ തെയ്യമായി മാറുന്ന തീക്ഷ്ണാഖ്യാനത്തിനും കഥാപരിസരത്തിൻ്റെ സൂക്ഷ്മാംശാവതരണത്തിനും പുലർന്നു നിൽക്കുന്ന ഭാഷാമിഴിവ് നോവലിൻ്റെ മൊത്തം ഭാവപ്രപഞ്ചത്തിന് വല്ലാത്ത തിളക്കം നൽകുന്നു. മലയും കാടും പുഴയും മണ്ണും അതിൻ്റെ ജൈവികതയിൽ നിർത്തി മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സമരത്തിൻ്റെയും കഥ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു വെക്കുന്നു. നാട്ടുവാക്കുകൂട്ടങ്ങളുടെ കലവറയാണ് ഈ പുസ്തകം. നാട്ടറിവുകൾക്കായുള്ള ഒരു റഫറൻസ് ഗ്രന്ഥവും. തെയ്യവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പദങ്ങൾ ഇതിൽ കാണാം. മൺമറഞ്ഞു പോകുന്ന വാക്കുകളുടെ തിരിച്ചെടുപ്പും
നാട്ടുപ്രയോഗ ഭംഗികളുടെ തിരഞ്ഞെടുപ്പും സവിശേഷകരമാണ്. വി.കെ. അനിൽകുമാർ എഴുതിയ ദൈവക്കരു എന്ന നോവലിന്റെ വായനാനുഭവം പങ്കുവച്ചത് സുരേന്ദ്രൻ കാടങ്കോട്. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.